കണ്ണൂരിലെ കുപ്പത്ത് മഴയിൽ വീടുകളിലും റോഡിലുമൊക്കെ ചെളിവെള്ളം കയറി CH നഗറിലെ വീടുകളിലാണ് ചെളിവെള്ളം കയറിയത്. റോഡ് ഗതാഗതവും ആകെ തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. CK വിജയൻ സ്ഥലത്തു നിന്നുണ്ട്. CK, ഇപ്പോഴും മഴ തുടരുകയാണോ? വെള്ളം ഒഴുകിപ്പോകാനുള്ള വഴികളൊക്കെ അടഞ്ഞേക്കുവാണോ? ദിവസം മഴ അതിശക്തമായി ഇവിടെ തുടരുന്നുണ്ട്. ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നു ഇതൊരു തോടാണോ എന്നാണ്. പക്ഷേ ഇതൊരു തോടല്ല, പകരം ഒരു റോഡാണ്. ഒരു ഇരുചക്ര വാഹനക്കാരൻ ഇതുവഴി വരുന്നുണ്ട്. എന്താണെന്ന് ഒരു മിനിറ്റ് ഒന്ന് ഈ വെള്ളത്തിലൊന്നും എത്തിക്കല്ല. ഇതിപ്പോ എത്ര നേരമായി പ്രശ്നം തുടങ്ങിയിട്ട്? എത്ര നേരം എനിക്കറിയാം. ഇപ്പൊ തളിപ്പുറം വരുന്നതേ ഉള്ളൂ. കറക്റ്റ് അറിയില്ല. ദേശീയപാതയുടെ പ്രശ്നം കൊണ്ടാണോ? ആയിരിക്കും. അതിന്റെ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് ഇത് സംഭവം. ഈ വീട്ടുകാർക്ക് ഒഴിഞ്ഞു പോയതാണ്? അല്ല, ഇതിവിടെ മുമ്പേ ഇല്ലാത്തതാണ്. അവരെ വീട്ടിലെ തളിപ്പുറമ്പിലോട്ടൊരു താമസം മാറിയത്. അവര് ഈ കാറ് മറ്റു വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ ഏകദേശം കാര്യങ്ങളൊക്കെ. കഴിഞ്ഞ സീസണിലും ഇതുപോലെ തന്നെ ഉണ്ടായി? ഇതിനേക്കാൾ കൂടുതലായിരുന്നു. ഇതിനേക്കാൾ കഴിഞ്ഞ തവണ ഒരു മാറ്റം കാണുന്നുണ്ട്. എന്നാലും അത്ര വലിയ മാറ്റം എന്ന് പറയാൻ കഴിയില്ല. എന്നാലും കാണുന്നില്ല നിങ്ങൾ ഏകദേശം കാര്യങ്ങളൊക്കെ. ഇന്നിപ്പോ ഒരു മഴയല്ലേ പെയ്തുള്ളൂ ഇന്ന് രാവിലെ? ഇന്ന് ഇപ്പോഴത്തെ മഴക്ക് ഇങ്ങനെ ആയത്. അപ്പുറത്ത് ഈ ഭിത്തി കിടിഞ്ഞിട്ടുണ്ടോ? അതൊക്കെ അറിയില്ല, അതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. എങ്ങോട്ടാ പോകുന്നത്? ഞാൻ എൻ്റെ വീട്ടിൽ, എൻ്റെ വീട് ഇവിടെ ലാസ്റ്റിലാണ്. എൻ്റെ വീട് ഇതിൻ്റെ ലാസ്റ്റ്. ആ വഴി വരാനാവില്ല. സിനാൻ. ഇദ്ദേഹത്തിന്റെ വാഹനം ഓടിക്കുന്ന അവസ്ഥ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ഒഴുക്കാണ് ഇതിലൂടെ വരുന്നതെന്നുള്ളത്. ഈ പരിസരത്തുള്ള വീട്ടിലൊന്നും ആൾക്കാർ ഇപ്പോൾ കാണുന്നില്ല. ഈ ഒരു വീട്ടിൽ നമ്മൾ നോക്കുമ്പോൾ ദിവീഷ കാണുന്നത് അതിൻ്റെ മുറ്റമൊക്കെ മണ്ണിട്ട് പരമാവധി അവർക്ക് ചെയ്യാവുന്ന രീതിയിലേക്ക് ഉയർത്തിയ രീതിയിലാണ്. നിങ്ങളിവിടെ ലോറി കൊണ്ട് വന്നാണോ? അദ്ദേഹത്തിന് സംസാരിക്കാൻ താല്പര്യമില്ല. പക്ഷേ ഏതായാലും ഇത് നമുക്ക് തളിപ്പറമ്പിൽ നിന്ന് പയ്യന്നൂരിലേക്കുള്ള ഭാഗത്ത് കുപ്പം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ഈ രീതിയിൽ പ്രശ്നമുണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ദേശീയപാതയുടെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ്. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഇതിലും രൂക്ഷമായ രീതിയിൽ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് പരിഹരിക്കുമെന്ന് നേരത്തെ ഉറപ്പ് നൽകിയതായിരുന്നു നാട്ടുകാർക്ക്. ഏതാണ്ട് ഇവിടെ 40-ലധികം വീടുകളുണ്ട്. എല്ലാം തന്നെ വലിയ വീടുകളും മറ്റും. ഈ വീടുകളിലേക്കാണ് ഇപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വെള്ളം കയറി ഈ വീട്ടിൽ നിന്ന് ആൾക്കാർ ഒഴിഞ്ഞു പോകേണ്ട അവസ്ഥയാണ്. കഴിഞ്ഞ തവണ കണ്ട ആ ദൃശ്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. അത്രമാത്രം ചളിയും മണ്ണും എല്ലാം തന്നെ അവർ നീക്കം ചെയ്യുന്നത്. പക്ഷേ ഈ വർഷമാകുമ്പോഴേക്കും പ്രശ്നം പരിഹരിക്കപ്പെടും എന്നാണ് കരുതിയതെങ്കിൽ അത് തെറ്റി. ഇപ്പോഴും ഈ പ്രശ്നം ഇവിടെ തുടരുകയാണ്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ മഴ കൂടുകയാണെങ്കിൽ ഈ പ്രശ്നം രൂക്ഷമാകാനാണ് സാധ്യത. ഇപ്പോൾ ഈ റോഡിന് മറ്റു ഭാഗത്ത് നിന്ന് വരുന്ന വെള്ളം മുഴുവൻ ഈ റോഡിലേക്കാണ് ഒഴുകിയെത്തുന്നത്. ഇതിൻ്റെ ഓടകൾ ആഴത്തിലുള്ളതല്ല, ഇത് വെള്ളം ഒഴുക്കി കളയാൻ പാകത്തിലുള്ളതല്ല. മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിൽ പെയ്യുന്ന വെള്ളം നേരെ ഈ റോഡിൻ്റെ ഭാഗത്തേക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതുകൊണ്ടാണ് ഈ റോഡ് ഇപ്പോൾ ഒരു തോട് പോലെ ആയി മാറിക്കഴിഞ്ഞിട്ടുള്ളത്. ഈ വീടിൻ്റെ മുറ്റം ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗേറ്റിൻ്റെ ഉള്ളിലൂടെ കാണാൻ വേണ്ടി കഴിയും. അവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണുള്ളത്. മണ്ണും കരിങ്കൽ ജില്ലികളും മറ്റും എല്ലാം തന്നെ ഇട്ട് ഉയർത്തിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയും അവിടെ മണ്ണിട്ട് ഉയർത്തുകയാണ്. ഏതൊക്കെ രീതിയിലാണ് സർവൈവ് ചെയ്യാൻ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ കാണാം. ഇത് ഒരു മണിക്കൂറുകളോളം മറ്റ് ഇത്തരത്തിൽ മഴ പെയ്യുകയാണെങ്കിൽ ഈ പരിസരത്തുള്ള വീടുകളിലെല്ലാം തന്നെ ഈ പ്രശ്നമുണ്ടാകും. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ദൂരെ നിന്ന് ഒരാൾ നടന്നു വരുന്നുണ്ട്. അയാൾ ഇതുപോലെ ഈ മഴയിൽ പെട്ടുപോയ ഒരാളാണെന്ന് തോന്നുന്നു. അത്തരത്തിൽ എന്തായാലും നമുക്ക് സാധാരണ രീതിയിൽ സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഒരു മഴ പെയ്യുമ്പോഴേക്കും ഈ പ്രദേശം മുഴുവൻ മുങ്ങുന്നു. കലക്ക് വെള്ളം, ചളിവെള്ളം. ഇനി ഇത് അല്പം ഈ വെള്ളം ഒഴുകി കഴിഞ്ഞാൽ പോലും ഇവിടെ രൂക്ഷമായ രീതിയിലുള്ള ഈ ചളി കെട്ടിക്കിടക്കും. ഇതിലൂടെ നടക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ടാകും. ഇതിലൂടെ മറ്റ് വാഹനങ്ങൾക്ക് പോകുമ്പോൾ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ തെന്നിപ്പോകുന്ന പ്രശ്നങ്ങളുണ്ടാകും. ഏതായാലും നമുക്ക് ഈ നടന്നു വരുന്ന ആൾക്കാരെ തന്നെ കണ്ടാൽ മനസ്സിലാവും എത്രമാത്രം ശ്രദ്ധയോടുകൂടിയാണ് അയാൾ നടന്നു വരുന്നത് എന്നുള്ളത്. എവിടെയാ വീട്? പള്ളിയുടെ അപ്പുറത്ത്. കുറെ സമയമായി ഇവിടെ നടക്കുന്നു. കുറച്ച് സമയമായി. മഴ ഭയങ്കര രൂക്ഷമാണ്. ഇതെന്ത് ഒരു മഴ പെയ്യുമ്പോഴേക്കും ഇങ്ങനെ മുങ്ങി പോകുന്നത്? ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തോളമായി ഈ CH നഗറിലുള്ള നിവാസികൾ അനുഭവിക്കുന്നതാണ്. പല കോണുകളും മുട്ടാൻ പറ്റുന്ന കോണുകളൊക്കെ, വാതിലുകളൊക്കെ മുട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു വാതിലും തുറക്കപ്പെടുന്നില്ല. ഇപ്പം അടുത്ത ഈ പുതുതായി വന്ന മന്ത്രിസഭ, അത് VD സതീശൻ
മുഖ്യമന്ത്രിയായതിനു ശേഷം അടിയന്തരമായിട്ടൊരു മീറ്റിംഗ് കണ്ണൂർ കലക്ടർ നിർദ്ദേശപ്രകാരം ചേർന്നിട്ടുണ്ട് ഇവിടെ. അതിലെങ്കിൽ ഒരു ചെറിയൊരു പരിഹാരം കാണും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതുപോലെ ഇവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിൽ കുറെ കൂടി രൂക്ഷമായിരുന്നു. അതിലും രൂക്ഷമായിട്ടാണ് ഇനി വരാൻ പോകുന്നത്. ജനങ്ങളുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഇതും കൊടുക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മെഗാ കൺസ്ട്രക്ഷൻ്റെ കമ്പനി ആയാലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണെങ്കിലും അതിനൊരു ഇതുണ്ടല്ലോ, ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്തണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. വികസനത്തിന് ആരും ഈ നാട്ടിലുള്ള ആരും എതിരല്ല. ഇതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. നടന്നു പോകും, ബൈക്ക് എടുക്കാൻ പറ്റില്ല. അത് തോടായിട്ടാണ് പോകുന്നത്. തോടാണോ അല്ല പുഴയാണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു ചുരുക്കം. കാരണം റോഡ് തോടോ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഇതിലേക്ക് അത്രമാത്രം വെള്ളം ഈ ദേശീയപാതയുടെ ഭാഗത്തു നിന്നും വരുന്നു. അത് മുഴുവൻ ചെളിവെള്ളമായി കിടക്കുന്നു. ദിവീഷ്.